വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ CI സർക്കിളാണെങ്കിൽ അബ്ദുൾ റസാഖ് ആണെങ്കിൽ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ കാണുന്നുണ്ട് ഇങ്ങനെ പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത്. അന്നേരം ശിവൻ കണ്ട ഉടനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ ചാർജ് എടുത്തു എന്ന് നെൽസൺ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞാണ് ശിവൻ സംസാരിച്ച് തുടങ്ങുന്നത്. അന്നേരം നാട്ടിലെ ഗുണ്ടകളെയൊക്കെ അങ്ങോട്ട് പോയി കാണുന്ന പരിചയം എനിക്കില്ല, പക്ഷേ ഗുണ്ടാ ലിസ്റ്റിൽ നിൻ്റെ പേര് കണ്ടപ്പോൾ നീയാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാണിക്കോത്ത് ഹൗസ് എന്ന് കണ്ടപ്പോൾ നീയാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. എന്തായാലും ഒന്ന് വന്ന് കാണാൻ ഒരു മുന്നറിയിപ്പ് തരാനും വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ കൂടെ പഠിച്ച സഹപാഠിയെ കണ്ട് പരിചയം, കോളേജിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠിയെ കണ്ട് പരിചയം പുതുക്കാനല്ല വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശിവനും ഈ റസാഖും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണ്, പക്ഷേ അവർ തങ്ങളുടെ ഒരു ചെറിയ ശത്രുതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നീ അന്ന് എനിക്ക് തന്ന പണി ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, സീനിയർ പിള്ളേരാണെങ്കിൽ ജൂനിയർ പിള്ളേരെ അടി കൊണ്ട് ചോര തുപ്പിയ ഒരു സംഭവമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വെറുതെ നീയൊക്കെ കാണിച്ച ഷോ കാരണം കിട്ടിയതല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ റസാഖ് പറയുന്നുണ്ട്, അന്ന് നീ എൻ്റെ തുടയിൽ ഒരു കത്തി കയറ്റി ഇറക്കിയില്ലേ, അന്ന് ഞാനാണ് പെട്ടുപോയത്. നിൻ്റെ അച്ഛൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് നീ അങ്ങ് ഇറങ്ങിപ്പോയി, എൻ്റെ പഠിപ്പ് അവിടെ മുടങ്ങി. പക്ഷേ ഇന്ന് ഞാൻ ആ പവറോട് കൂടിയാണ് വന്നിരിക്കുന്നത്, ആ പഴയ കത്തി കേസൊന്നും അല്ല എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, അതിന് നാണമില്ലേ സാറേ ഇങ്ങനെ പഴയ ആ ഒരു പരിഭവം പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും അല്ല, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിന്നെ പൂട്ടാനുള്ള കേസ് എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ശിവൻ്റെ കോളറിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അന്നേരം വിട് സാറേ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ശിവൻ പറയുന്നുണ്ട്. പക്ഷേ പിന്നെയും പറയുന്നുണ്ട്, നിന്നെ പൂട്ടാനുള്ള അത് വിലങ്ങ് എൻ്റെ കയ്യിലുണ്ട്, അതുമായിട്ടാണ് ഇന്ന് പിന്നെ ഞാനിവിടുത്തെ സർക്കിളാണ്, നീ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ്റെ ഷർട്ടിന് ഇങ്ങനെ പിടിക്കുമ്പോൾ വിടാന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കാൾ മീ സാർ, എൻ്റെ കയ്യിൽ നീ അന്നത്തെ സീനിയർ ആളല്ല, ഞാൻ കോളേജിലെ പയ്യനല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം വിളിക്ക് കാൾ മീ സാർ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ വിളിക്കുന്നില്ല. അന്നേരം മഹേന്ദ്രനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ മതിയോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ഇറങ്ങി വരികയാണ്. അന്നേരം ശിവനി റസാഖിൻ്റെ കൈ അങ്ങോട്ട് ഇടിയിക്കുന്നുണ്ട്. അന്നേരം ഇവൻ കൂടെ പഠിച്ച സാറുമാരെ പോലും നേരെ ചൊവ്വെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ വിളിച്ചാൽ മതിയോ എന്ന്. തുടർന്ന് ശിവൻ പറയുന്നുണ്ട്, ഇത് TA റസാഖ്, തെറ്റേൽ മുഹമ്മദ് മകൻ റസാഖ് എന്ന് പറയുന്നുണ്ട്, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സഹപാഠിയെ കാണാനായിട്ട് വന്നതാണ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കളക്ടറെ വെടിവെച്ച കേസിൽ ചെമ്പല്ലിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ചെമ്പല്ലി ഇല്ലാതായി, പക്ഷേ വെടിയേറ്റത്, പക്ഷേ നിന്നെ പൂട്ടാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ചെമ്പല്ലി തീർന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണമുണ്ടാകുന്ന വെച്ചാൽ ഞാൻ പറയും നിനക്കാണെന്ന്, അതുകൊണ്ട് ചെമ്പല്ലിയെ കൊന്നത് നീയാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിന് പിന്നിലുള്ള ആരാണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അന്വേഷിക്കുമെന്ന് പറയുകയാണ്. അന്നേരം സാർ അന്വേഷിച്ചോ എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം നീ വല്ല എതിരും വല്ലതും പറഞ്ഞോടാൻ ശിവനോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലല്ലേ സാറേ എന്നിങ്ങനെ മഹേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, പക്ഷേ അടുത്ത തവണ ഞാൻ വരുമ്പോൾ നിന്നെ പൂട്ടാനുള്ള വിലങ്ങ് എൻ്റെ കയ്യിലുണ്ടാകും എന്നിങ്ങനെ റസാഖ് പറയുന്നുണ്ട്. അന്നേരം അത് കാത്ത് ഞാൻ ഈ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും എന്നിങ്ങനെ ശിവൻ കളിയാക്കി പറയുകയാണ്. അന്നേരം കാണാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റസാഖാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മഹേന്ദ്രൻ റസാഖിൻ്റെ ആ രീതിയും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ശിവനോട് പറയുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ കനലുണ്ട്, അത് എരിയുക തന്നെയാണ്, നീ സൂക്ഷിക്കണം, ശത്രുക്കൾ പല ഭാഗത്തു നിന്നും തലപൊക്കി വരികയാണ്, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം എന്നിങ്ങനെ ശിവനോട് മഹേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യത്തിൽ റസാഖ് തിരികെ പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ രാഘവൻ നായരുടെ വീട്ടിൽ പിള്ളയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ രാഘവൻ നായർക്ക് കുഴമ്പൊക്കെ ഇട്ട് തൈലമൊക്കെ ഇങ്ങനെ തടയി കൊടുക്കുന്നുണ്ട്. അന്നേരം അമർത്തി തടവിടുമെന്ന് പറയുമ്പോൾ സാറിന് വേദനിക്കുമെന്ന് കരുതിയിട്ടാണെന്ന് പിള്ള പറയുന്നുണ്ട്. അന്നേരം വേദനയൊന്നുമില്ല, ഒരുതരം മരവിപ്പാണ്, താൻ നോക്കിയും കണ്ടും ചെയ്യുന്നൊക്കെ പറഞ്ഞ് പിള്ള അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സത്യമാണെങ്കിൽ മോളിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് രാഘവൻ നായരുടെ കസേരയുടെ പിറയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകാനുള്ള വേഷം തന്നെയാണ്, യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്, തലയാണെങ്കിൽ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്, ഒരു സൈഡ് ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ്. അന്നേരം എന്തുവാണ് സ്കൂളിലൊന്നും പോകണ്ടേ, എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നേ, അച്ഛൻ വന്ന് എന്നെ കണ്ടില്ലെന്നേ പറയുമോന്ന് ഇങ്ങനെ സത്യ പറയുന്നുണ്ട്. എന്നിട്ട് സത്യ ഒളിച്ചിരിക്കുകയാണ്. സമയത്ത് വിഷ്ണു മോളിയും താഴോട്ടിറങ്ങി വരുന്നുണ്ട്. തോളിലൊരു തോർത്തൊക്കെ ഉണ്ട് വിഷ്ണുവിൻ്റെ തോളിൽ. എന്നിട്ട് ഈ പെണ്ണിത് എവിടെ പോയി, സത്യം എന്ന് വിളിച്ചുകൊണ്ട് രാഘവൻ നായർ ഇരിക്കുന്ന ചോദിക്കുകയാണ്, സത്യ കണ്ട അച്ഛാ പെണ്ണിങ്ങോട്ട് വന്നോ എന്നൊക്കെ സത്യ വന്നോ എന്ന് ചോദിക്കുകയാണ്. രാഘവൻ നായർ വിഷ്ണുവിൻ്റെ ഭാവമൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ഡാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കസേരയുടെ പുറയിലേക്കെന്ന്. അന്നേരം സത്യ ചുറ്റും ഓടുകയാണ്, വിഷ്ണു ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് തലയൊക്കെ കെട്ടണ്ടേ, സ്കൂളിൽ
പോകണ്ടേ? അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ വഴക്ക് പറയില്ലേ? തല കെട്ടാതെ എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ എന്താ പണി? അച്ഛനെ എന്തിനാ അച്ഛനെ അമ്മ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നതെന്നൊക്കെ സത്യയോട് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ തല കെട്ടാതെ പോകുന്നതാണ് അച്ഛാ ഫാഷൻ എന്ന് പറയുമ്പോൾ ആ ഫാഷനൊന്നും അച്ഛൻ്റെ മക്കൾക്ക് വേണ്ട, നല്ല മര്യാദയ്ക്ക് തല കെട്ടിയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് സത്യം അങ്ങോട്ട് പിടിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ബണ്ണൊക്കെ എടുത്തിട്ട് വിഷ്ണു തല അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ്. അന്നേരമാണെങ്കിൽ പപ്പി മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലയും കൂടി പിന്നെ തരവും ചോദിക്കുകയാണ്. അന്നേരം പിന്നെ തരാമല്ലോ, അച്ഛൻ്റെ മക്കൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് സത്യ വിളിക്കുമ്പോൾ സത്യം വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പപ്പി വരുന്നുണ്ട്. സത്യയുടെ തല കെട്ടിയിട്ട് പറയുകയാണ് ബാഗിലെല്ലാം എടുത്തു വെച്ചോ നോക്കുകയെന്ന്. തുടർന്ന് പപ്പിയുടെ തലമുടി പിടിക്കുമ്പോൾ അജ്ജോടി എന്താടി ഇത് ഉണങ്ങിയിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. കുളിച്ചിട്ട് നല്ലതായിട്ട് തോർത്തിക്കൂടെയും ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു അച്ഛനല്ലേ കുളിപ്പിച്ചത്, അപ്പം അങ്ങോട്ട് തോർത്തിക്കൂടായിരുന്നോ എന്ന് പപ്പി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് വിഷ്ണു തോളിലെ തോർത്തെടുത്ത് പപ്പിയുടെ തലയൊക്കെ നന്നായിട്ട് തോർത്തിയിട്ട് അതും കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി മക്കൾ രണ്ടുപേരും ഹോംവർക്കൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സത്യം പറയുന്നുണ്ട് അതെന്തായാലും അച്ഛൻ ചെയ്യില്ലല്ലോ എന്ന് പറയുമ്പോൾ രാഘവനാരും പിള്ളയും വിഷ്ണു ആഹാ എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇന്ന് ടൈം ടേബിളൊക്കെ നോക്കി എല്ലാമൊക്കെ എടുത്തു വെച്ച് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ബുക്കൊക്കെ എടുത്തു വയ്ക്കുക, അപ്പോഴത്തേക്ക് ഞാൻ ചോറ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ അടുക്കളയിലേക്ക് ഓടുകയാണ്. രാഘവനാർ ചോദിക്കുകയാണ് എന്താടാ പിള്ളേ കാണിച്ച് കൂട്ടുന്നതൊക്കെ, ഇവിടെ ഇത് ചെയ്യാൻ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യം ചോദിക്കുകയാണ് ഹോംവർക്കോ എന്ന്. അന്നേരം അല്ല, നിങ്ങളെ ഈ ഒരിക്കലും മുടികെട്ടലും ഒക്കെ എന്ന്. അന്നേരം ഇന്നെല്ലാം അച്ഛൻ ചെയ്യുമെന്നും പറഞ്ഞ് വാശിയിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ളയോട് രാഘവനാർ പറയുന്നുണ്ട് ഇവനിത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുകയെന്ന് ചോദിക്കുമ്പോൾ അത് സമയം വൈകിയത് കൊണ്ടായിരിക്കും. അന്നേരം സമയമൊന്നും വൈകിട്ടില്ല, ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവൻ നമ്മുടെ മുന്നിലൊക്കെ അഭിനയിക്കുകയാണ്, ഇവൻ്റെ മനസ്സിലുള്ളത് ഒളിപ്പിക്കാൻ വേണ്ടി ഇവൻ വെറുതെ കാട്ടിക്കൂട്ടുന്നതാണ്, അഭിനയിച്ച് തകർക്കുകയാണ്, നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പ്രശ്നമുണ്ടെന്നിങ്ങനെ രാഘവനാർ പറയുന്നുണ്ട്. അതേസമയം വിഷ്ണു 2 പാത്രത്തിൽ ചോറൊക്കെ എടുത്ത് അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് ബാബാ വന്നേ നേരം വൈകി പോകാമെന്നും പറഞ്ഞ് കുട്ടികളെ വിളിക്കുകയാണ്. അന്നേരം എന്താടാ ഇതൊക്കെ ഞങ്ങൾ എടുത്ത് തരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫാമ വരികയാണ്. നിങ്ങളെയൊക്കെ നോക്കി നിന്നാലേ എങ്ങും ഒരു സ്ഥലത്തും എത്തില്ല, വന്നേന്നും പറഞ്ഞ് ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് വിഷ്ണു കുട്ടികളെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. വിഷ്ണു ചോറ് പാത്രമൊക്കെ ആയിട്ട് പിറകെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം എന്താ രാഘവേട്ട അവൻ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ, നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അവനാണ് ഗൃഹനാഥൻ, എല്ലാവരും നോക്കിയിരുന്നാൽ മതി, എന്തൊക്കെയോ അവൻ കാണിച്ചു കൂട്ടുകയാണെന്നൊക്കെ രാഘവനാർ പറയുന്നുണ്ട്. അന്നേരം അയ്യോ കുടിക്കാനുള്ള വെള്ളം എടുത്തോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാമയിടാ വിഷ്ണു എന്നും പറഞ്ഞ് പിന്നാലെ ഇറങ്ങുന്നുണ്ട്. അന്നേരം മുറ്റത്തേക്ക് വിഷ്ണുവും കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ വരികയാണ്. അന്നേരം ഇതിപ്പോൾ ആരാ രാവിലെ എന്നും പറഞ്ഞ് വിഷ്ണു നോക്കുമ്പോൾ ശാരദാമ്മ ഇറങ്ങി വരികയാണ്. അന്നേരം ശാരദാമ്മയെന്നും പറഞ്ഞുകൊണ്ട് 2 കുട്ടികൾ ഓടിച്ചെന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അല്ല ശാരദാമ്മയെന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മ ഓട്ടോ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ പ്രസാദം എടുത്തിട്ട് നിങ്ങളുടെ വിഷ്ണു അച്ഛന് വേണ്ടി വഴിപാട് കഴിപ്പിച്ചതാണെന്ന് പറഞ്ഞ് 2 പേർക്ക് നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനും തൊട്ട് കൊടുക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാരദാമ്മ ഏതൊക്കെ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് സത്യഭാമ പറയുമ്പോൾ അതൊക്കെ ചെയ്തു, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം 2 പേരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇവരെ കൊണ്ടാക്കി 2 എണ്ണത്തിനെ സ്കൂളിലാക്കിയിട്ട് വരാമെന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് സത്യഭാമയും ശാരദാമ്മയും 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് 2 പേർക്ക് ഓരോ മുത്തയൊക്കെ മാറി മാറി കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവർ പോവുകയാണ്. അതേസമയം കളക്ടറേറ്റിലെ ശാലിനിയാണെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അന്നേരം അനുപല്ലവിയുണ്ട് ശാലിനിയുടെ ക്യാമ്പിൽ. പിന്നെ ADM ജോൺ അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മാഡം ഇല്ലാത്ത സമയത്ത് മാഡത്തിൻ്റെ കുറവുകളൊക്കെ നോക്കി നല്ല രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, മാഡത്തിൻ്റെ കുറവൊന്നും ആരെയും അറിയിച്ചിട്ടില്ല, ജോലിയുടെ ആത്മാർത്ഥതയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അത് കൂടുതൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതിനൊരു അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടി തന്നെയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ താങ്ക്സ് മാഡം എന്നൊക്കെ ഇങ്ങനെ ജോൺ അബ്രഹാം പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ചോദിക്കുകയാണ് മാണിക്കോത്ത് മഹേന്ദ്രനായിട്ട് നല്ല സുഹൃബന്ധം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് മാത്രമല്ല, ചെറിയൊരു ബന്ധമല്ല, മാണിക്കോത്ത് ഓഫീസിലേക്ക് കൂടെ ജോൺ പോകാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ജോലിയുമായിട്ട് അങ്ങനെ കൂട്ടിക്കുഴയ്ക്കാറില്ല അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ്. ഇവിടെ മാണിക്കോത്ത് മഹേന്ദ്രനെതിരെയും മകൻ ശിവനെതിരെയും ഒക്കെ അടങ്ങുന്ന ചില ആ കോളനിയുമായിട്ട് സംബന്ധിക്കുന്ന ചില തെളിവുകൾ അടങ്ങുന്ന ഒരു ഫയൽ ഞാനിവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുകയാണ്. അതാണെങ്കിൽ പക്ഷേ ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് മിസ്സിങ്ങോ, അപ്പോൾ അതൊക്കെ അടച്ചുറപ്പുള്ള സ്ഥലത്തല്ലേ വയ്ക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അടച്ചുറപ്പുള്ള സ്ഥലത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൽ പിന്നെ ജോണിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം മാഡം എന്നെയാണോ സംശയിക്കുന്നത്? അത് ഒരു കഷ്ടം തന്നെ, അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലേ എന്നോട് മാണിക്കോത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചത്.
ചോദിച്ചത്. അങ്ങനെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, ജോലിയെ ബാധിക്കാതിരിക്കാനാണ് ചോദിക്കുന്നത്, ഫയൽ മിസ്സിംഗ് ആയതിൽ ജോണിന് എന്തെങ്കിലും പങ്കുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല മാഡം, എൻ്റെ കൈകൾ തികച്ചും പരിശുദ്ധമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ജോണിന് മനസ്സിലാവുന്നുണ്ട്. അനുപല്ലവി ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇനി ആ ഒരു ഫയൽ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കേസുമായിട്ട് മുന്നോട്ടൊന്നും പോകില്ല. അതിൻ്റെ ആ ഫയലിങ് തന്നെയെന്നും പറഞ്ഞ് അനുപല്ലവിയുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ ശാലിനി വാങ്ങിച്ചിട്ട് കസേരയിലേക്ക് ഇരിക്കുകയാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അത് കാണിക്കുമ്പോൾ ADM ആണെങ്കിലും അങ്ങ് ആകെ അന്തം വിട്ടുകയാണ്. ഈ ഫയലിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും കണ്ടോ, ഇവിടെ നിന്ന് എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴും ജോൺ ആലോചിക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതും മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്ത ആ സീനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പിന്നെ ജോലിയോട് കൂടുതൽ ആത്മാർത്ഥതയല്ലേ, സുഹൃത്ത് ബന്ധത്തിനും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ, അപ്പോൾ മഹേന്ദ്രനോട് പറഞ്ഞുതരാം, ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നമ്മൾ പഠിച്ചത് ഒരേ പാഠങ്ങളാണെങ്കിലും വർക്ക് ചെയ്യുന്നത് രണ്ട് ബ്രെയിൻ വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പവർ കാണുമല്ലോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ജോൺ ഇങ്ങനെ തല ഉനിച്ച് നിൽക്കുകയാണ്. അന്നേരം അത് മേഡം എന്ന് പറയുമ്പോൾ എന്തായാലും പറഞ്ഞുതരാം, ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. ഞാൻ പറഞ്ഞില്ലെങ്കിലും സുഹൃബന്ധത്തിന് വില കൽപ്പിക്കുന്ന ജോൺ ആണെങ്കിൽ അത് മഹേന്ദ്രനോട് പറയുമെന്ന് എനിക്കറിയാം, പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അതൊന്ന് ആകെ അങ്ങ് അത് ചമ്മി ഒരു ഇതായിട്ട് ജോൺ ആണെങ്കിൽ മുറിവിട്ട് പോകുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അനുപല്ലവി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പിടിവള്ളി കയ്യിലുള്ള കാര്യമൊന്നും മഹേന്ദ്രന് അറിയില്ല. പക്ഷേ അവിടെയാണെങ്കിൽ അവരുടെ ഭൂമിയാണെന്ന് തെളിയിക്കാനായിട്ട് കോളനിയൊക്കെ എന്തൊക്കെ കെട്ടിമറിച്ച് എന്തൊക്കെ പണികൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ അനുപല്ലവി പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആ കസേരയിൽ ഇങ്ങനെ ആടി ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അപ്പോൾ ഇതെന്തായാലും മഹേന്ദ്രൻ്റെ കാതുകളിൽ എത്തും, അത്രയ്ക്ക് കൂറാണ് ജോണിന് മഹേന്ദ്രനോടുള്ളത്, എത്തിയാലേ കളി കാര്യമാവുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി അനുപല്ലവിയോട് പറയുകയാണ്. ഈ സമയത്ത് അവിടെ ആ ഒരു ശിവനും നെൽസനും പിന്നെ കുട്ടിയും കൂടി ചേർന്ന് അവിടെ ഒരു ഗേറ്റൊക്കെ ഇങ്ങനെ വെക്കുന്നതും അവിടെ ഇങ്ങനെ പൂട്ടി വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിയോടൊക്കെ പറയുന്നുണ്ട്, ഏത് സമയം നിങ്ങളുടെ ഒരു കണ്ണിവിടെ ഉണ്ടാകണം, എന്ത് പ്രതീക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്ന ആ സീനുമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് ജീപ്പിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലും പപ്പി ഇങ്ങനെ ബാക്കിലുമാണ് ഇരിക്കുന്നത്. അന്നേരം പപ്പി സത്യയോട് പറയുന്നുണ്ട്, സത്യ പറ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പറയില്ല, നീ പറ എന്നിങ്ങനെ സത്യ പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറ, ഞാൻ പറയില്ല എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി എന്താ കഥകളി ആടുന്നത്, എന്താണെന്ന് വെച്ചാൽ പറയുന്നു പറയുകയാണ്. അന്നേരം അതെ വിഷ്ണു വെച്ചാൽ എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം പോരട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതിന് മുന്നേ എടി സത്യഭാമയെ പറയടി എന്നിങ്ങനെ സത്യയോടും വിഷ്ണു പറയുന്നുണ്ട്. അന്നേരമാണ് പപ്പി പറയുന്നത്, അതെ വിഷ്ണു വെച്ചാൽ ഇപ്പോൾ സമയം എത്രയായും ചോദിക്കുമ്പോൾ 8:10 എന്ന് പറയുകയാണ്. അന്നേരം അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ 8:10 അത്ര തന്നെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം എൻ്റെ വിഷ്ണു വെച്ചാൽ നമ്മൾ ബെല്ല് എപ്പോഴാണ് അടിക്കുന്നത് ചോദിക്കുമ്പോൾ 9 മണിക്കെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം 9 മണിക്കല്ല 9:15 പറയുന്നുണ്ട്. അത്രയും സമയം നമ്മൾ അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കേണ്ടതെന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം വെറുതെ ഇരിക്കേണ്ട, അവിടെ പോയി ഹോംവർക്ക് ചെയ്യണമെന്നിങ്ങനെ വിഷ്ണു വണ്ടി ഓടിച്ചുകൊണ്ടാണ് പറയുന്നത്. വിഷ്ണുവിന് ഈ കുട്ടികൾക്ക് എന്തോ കാര്യമുണ്ട്, എവിടെ പോകണമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും അത് മനസ്സിലാകാത്ത പോലെ അങ്ങോട്ട് വിഷ്ണു സംസാരിക്കുകയാണ്. നിങ്ങൾ ഹോംവർക്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്തു, അതിനല്ലേ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എന്താ വേണ്ടതെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അത് എന്നും പറഞ്ഞിട്ട് പപ്പി പറയാൻ തുടങ്ങുന്നു. ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇനി പാർക്കിലെങ്ങാനും പോകണോ, എന്തെങ്കിലും കഴിക്കാൻ പോകണോ, അങ്ങനെ വല്ലതായിരിക്കും ഇവരോട് വിഷ്ണുവിനോട് പറയുന്നത്. അത് വിഷ്ണു സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് ശാലിനിയും കൊണ്ട് വിഷ്ണു തിരിച്ചു വരുമ്പോൾ ആ ഒരു ശിവനെ കാണുന്ന ആ ഒരു സീൻ കാണിക്കുന്നത്, ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. അതൊക്കെ കാണാം.